മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 51-ാമത്തെ ദശകത്തിൽ 3-4 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. പ്രചാരയത്യവിരളശാദ്വലേ തലേ പശുൻ വിഭോ ഭവതി സമം കുമാരകൈഃ അഘാസുരോ നിരുണദഘായ വർത്തനീം ഭയാനക സ്വപതി ശയാനകാകൃതിഃ. ഈ അഘാസുരൻ്റെ വധം അതാണ് ഇനി പറയാൻ പോണത്. പ്രചാരയതി അവിരളശാദ്വലേ തലേ. അവിരളശാദ്വലേ തലേ, അവിരളമായിട്ടുള്ള ശാദ്വലത്തോടു കൂടിയതായ പ്രദേശത്ത്. സ്ഥലം എന്ന് പറഞ്ഞാൽ സ്ഥലം, പ്രദേശം എന്നൊക്കെ തന്നെ അർത്ഥം. ആ അവിരളമായ ശാദ്വലങ്ങളോടുകൂടിയ പുൽത്തകിടുകൾ ധാരാളമായിട്ട് ഇടതൂർന്നതായിട്ടുള്ള പുല്ലുകൾ ധാരാളമുള്ളതായിട്ടുള്ള ആ പ്രദേശത്ത്, വൃന്ദാവനത്തിൽ പല ദിക്കിലും ധാരാളമായിട്ട് പുല്ലുണ്ട്. അങ്ങനെ ധാരാളം പുല്ലുകളതായിട്ടുള്ള ആ പ്രദേശത്ത് അവിരളമായ, വിരളമല്ലാത്ത ധാരാളമായിട്ടുള്ള പുല്ലുകളോട് കൂടിയതായ ഇടതൂർന്നു നിൽക്കുന്നതായിട്ടുള്ള പുൽത്തകിടികളോട് കൂടിയതായ ഒരു പ്രദേശത്ത്, ആ പ്രദേശത്ത് അവിരള ശാദ്വലേ തലേ, അവിരളമായ ശാദ്വലത്തോടു കൂടിയ, ശാദ്വലം ച പുൽത്തകിട്, അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു പ്രദേശത്ത് പശൂൻ പ്രചാരയതി ഭവതി. ഭവതി പശൂൻ പ്രചാരയതി സതി എന്നാണ്. സതി എന്നവിടെ വരും. ആ ഭവതി അങ്ങ്, ഭവാൻ എന്നുള്ളതിൻ്റെ സപ്തമി ഏകവചനാണ്. ഈ സതി സപ്തമിയുടെ പ്രയോഗം ഇവിടെ നാരായണീയത്തെ ധാരാളമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ക്രിയാപദവും കർത്താവും കൂടി സപ്തമിയിൽ പ്രയോഗിക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഈ സപ്തമിയുടെ പ്രയോഗം. ഒരുപാട് വരുന്നുണ്ട് അതിൽ. എല്ലാ ദിക്കിലും ഞാൻ ആദ്യം പറയണില്ലെന്നേ ഉള്ളൂ. ഭവതി പശൂൻ പ്രചാരയതി സതി. ഭവതി അങ്ങ്, ഭവാൻ എന്നുള്ളതിൻ്റെ സപ്തമി ഏകവചനം. ഭവതി പശൂൻ, പശുക്കളെ പ്രചാരയതി മേച്ചു നടക്കുന്നതായ അവസരത്തിൽ, ധാരാളം പുല്ലുള്ളതായിട്ടുള്ള സ്ഥലത്ത് അങ്ങ് പശുക്കളെ മേച്ചു നടക്കുകയായിരുന്നു എന്നാണ്. പ്രചാരയതി ചരിപ്പിക്കുക, അതായത് മേച്ചു നടക്കുക, പശുക്കളെ മേച്ചും കൊണ്ട് അങ്ങ് നടക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഒറ്റയ്ക്കല്ല, സമം കുമാരകൈഹി, വേറെ കുട്ടികളോടൊപ്പം, കുമാരകൈഹി സമം, വേറെയും കുമാരന്മാരോടൊപ്പം, ഗോപാലബാലന്മാരോടൊപ്പം അങ്ങ് പശുക്കളെ മേച്ച് നടക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അഘാസുരഹ, അഘൻ എന്നു പേരായ അസുരൻ, അഘാസുരൻ, നേരത്തെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു. ഈ വരാൻ പോകുന്നതായിട്ടുള്ള യമലോകത്തിലേക്ക് വരാൻ പോകുന്നതായിട്ടുള്ള അനുജനെ പ്രതീക്ഷിച്ചും കൊണ്ടാണോ അതോ പൂതനയെ കാണാൻ വേണ്ടിയിട്ടാണോ ബകാസുരൻ നേരത്തെ തന്നെ യമലോകത്തിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ? ആ അഘാസുരനെയാണ് ഇവിടെ പറയണത്. അതായത് ബകാസുരൻ്റെ സഹോദരനായിട്ടുള്ള, അനുജനായിട്ടുള്ള അഘാസുരൻ. ആ അഘാസുരൻ ഞെരുണത് തടഞ്ഞു, വഴി തടഞ്ഞു എന്നാണ്. ഞെരുണത് അഘായ വർത്തനീം, വർത്തനീം ഞെരുണത് തടഞ്ഞു, വർത്തനി വഴി, മാർഗം, ഇവരുടെ കോപന്മാരുടെ മാർഗം തടഞ്ഞു. ആ മാർഗത്തിൽ വന്ന് നിന്നു എന്നാണ്. അവർ പോണതായിട്ടുള്ള, അവരിങ്ങനെ പശുവിനേക്കളെ മേച്ചും കൊണ്ട് നടക്കുകയാണല്ലോ. അപ്പോൾ അവിടെ ആ വഴിയിൽ വന്ന് കിടന്നു എന്നാണ്. അഘാസുരൻ ഞെരുണത് തടഞ്ഞു. എന്ത്? വർത്തനീം ഞെരുണത്, മാർഗത്തെ തടഞ്ഞു. ഞെരുണത് അഘായ വർത്തനീം. അഘായ, അഘം എന്ന് വെച്ചാൽ പാപം, തെറ്റ്, കുറ്റം എന്നൊക്കെയാണ് അർത്ഥം. അഘായ, തനിക്ക് പാപം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, തൻ്റെ പാപത്തിനായിക്കൊണ്ട്, വർത്തനീം എഴുണത്, തൻ്റെ പാപത്തിന് വേണ്ടി, പാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, തനിക്ക് പാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ എന്ന് തോന്നുന്നുണ്ട്. അയാൾ വഴി തടഞ്ഞു, ഗോപാലബാലന്മാരുടെ വഴി തടഞ്ഞും കൊണ്ട് അവിടെ വഴിയിൽ വന്ന് കിടന്നു എന്നാണ്. ഞെരുണത് അഘായ വർത്തനീം. അഘായ എന്നുള്ളതിന് അല്ലെങ്കിൽ ഒരർത്ഥം കൂടിയും പറയാം. എന്നാണെങ്കിൽ ആ തൻ്റെ അഘങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അഘങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വഴി തടഞ്ഞ് കിടന്നു എന്നും പറയാം. എന്താ വെച്ചാൽ അഘങ്ങളെ നശിപ്പിക്കുക, പാപമൊക്കെ ഇല്ലാണ്ടാവുക, ഭഗവാൻ തന്നെ വഹിക്കുമ്പോൾ, ഭഗവാന്റെ സ്പർശം കൊണ്ട് വഹിക്കേണ്ടി വരുമ്പോൾ ആ പാപം മുഴുവൻ ഇല്ലാണ്ടായി, അതുവരെ ചെയ്തിട്ടുള്ളതായിട്ടുള്ള പാപം മുഴുവൻ ഇല്ലാണ്ടാവും. അപ്പോൾ ആ അഘങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള അർത്ഥം കൊടുക്കാം. അല്ലെങ്കിൽ പാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, തനിക്ക് പാപം ചെയ്യാനായിട്ട്
ആ വർത്തനിയെ തടഞ്ഞു, മാർഗത്തെ തടഞ്ഞു എന്ന് പറയാം. അഘാസുരോ ഞെരുണദഘായ വർത്തനീം ഭയാനക ഭയാനക സപതി ശയാനകാകൃതി. എങ്ങനെയാണ് തടഞ്ഞത് എന്ന് വെച്ചാൽ ഭയാനക സപതി ശയാനകാകൃതി. സപതി പെട്ടെന്ന് അവരുടെ മാർഗം തടഞ്ഞുകൊണ്ട് എങ്ങനെ ശയാനകാകൃതി. ശയാനകൻ എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ്. പെരുമ്പാമ്പിൻ്റെ ആകൃതിയോടുകൂടി ശയാനക എന്നുള്ള പദത്തിനർത്ഥം പെരുമ്പാമ്പ്, സർപ്പം എന്നൊക്കെ ഉണ്ട് അർത്ഥം. അപ്പം അങ്ങനെ ആ പെരുമ്പാമ്പിൻ്റെ ആകൃതിയിൽ ഭയാനക, സാധാരണ പെരുമ്പാമ്പൊന്നുമല്ല, വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു പെരുമ്പാമ്പിൻ്റെ ആകൃതിയിൽ, വലിയൊരു പെരുമ്പാമ്പ് എന്നുള്ള ആകൃതിയിലൊരു പെരുമ്പാമ്പിൻ്റെ രൂപമെടുത്തിട്ട് അവിടെ വഴിയിൽ വന്ന് കിടന്നു എന്നാണ്. അവരുടെ വഴി മാർഗമില്ലാണ്ടേ അവിടെ വഴിയിൽ ഒരു പാമ്പുണ്ട് കിടക്കണു, വളരെ വലിയതായിട്ടുള്ളൊരു പാമ്പ് എന്നാണ്. അഘാസുര ഞെരുണദ് അഘായ വർത്തനീ മാർഗം. ഭയാനകനായിട്ടുള്ള അഘാസുരൻ എങ്ങനെ ശയാനകാകൃതി, ശയാനകൻ്റെ ഒരു പെരുമ്പാമ്പിൻ്റെ ആകൃതി സ്വീകരിച്ചുകൊണ്ട് അവിടെ ഇവരുടെ വഴിയിൽ വന്ന് ഭയാനകനായിട്ടുള്ള ഒരു പെരുമ്പാമ്പിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് അവിടെ വന്ന് കടന്നു. സപതി, പെട്ടെന്ന് കഴിഞ്ഞു, അത് പെട്ടെന്ന് അയാൾ വന്ന് കടന്നു എന്നാണ്. അടുത്ത ശ്ലോകം. മഹാചല പ്രതിമതനോർഗുഹാനിഭ പ്രസാരിത പ്രഥിതമുഖസ്യ കാനനേ മുഖോദരം വിഹരണ കൗതുകഗതാ കുമാരകാ കിമപി വിദൂരഗേ ത്വയി. അപ്പോൾ അവിടെ വഴിയിൽ വന്ന് കടന്നു എന്നാണ് പറഞ്ഞത്. ഇനി അപ്പോൾ എന്താ ഉണ്ടായത് എന്ന് വെച്ചാൽ ഭഗവാൻ അവരുടെ ബാക്കി കുട്ടികളിൽ നിന്ന് കുറച്ചൊന്ന് എന്തെങ്കിലും കാഴ്ച കണ്ടുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ദൂരെയായി ഉണ്ണികൃഷ്ണൻ അവരുടെ അടുത്ത് അടുത്തല്ലാണ്ട് ഒന്നൊരു വഴി മാറിയിട്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ. അപ്പോൾ എന്തൊക്കെയോ കാഴ്ച കണ്ടുകൊണ്ട് അവിടെ നടന്നു. കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കണ്ടുകൊണ്ട് കിമപി വിദൂരകെ, കുറച്ചൊന്ന്, അധികമൊന്നും ദൂരത്തല്ല, കുറച്ചൊന്ന് വഴി മാറിയിട്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ്റെ പോക്ക്. എന്തോ വഴി എന്തോ കണ്ടു നിന്നു എന്നുള്ളതാണ്. കിമപി വിദൂരകെ, കുറച്ചൊന്ന് വിദൂരത്തായ സമയത്ത്, വിദൂരത്തിൽ ഗമിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ, ബാക്കിയുള്ളവരുടെ ഒപ്പം തന്നെയല്ല, ഒന്ന് ദൂരെയാണ്, ഒന്ന് മാറിയിട്ടാണ്. കുമാരക കിമപി വിദൂരകേ തുയ്യ. അപ്പം ആ സമയത്ത് കുമാരകാഹ, ആ കുമാരന്മാരെ ബാക്കി ഗോപശിശുക്കൾ മഹാജല പ്രതിമതനോഹോ, മഹാജല പ്രതിമ തനു ആണ് ഈ പെരുമ്പാമ്പ് അഘാസുരൻ പെരുമ്പാമ്പായി വന്നിട്ടുണ്ടല്ലോ. ആ പെരുമ്പാമ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ പെരുമ്പാമ്പൊന്നുമല്ല, മഹാചല പ്രതിമ തനോഹോ, മഹാചലം, ഒരു വലിയ പർവ്വതത്തിൻ്റെ മാതിരി, അചലം ച പർവ്വതം, മഹാചല പ്രതിമ തനോഹോ, മഹാചലത്തിനെ പോലെ തുല്യമായ ശരീരത്തോടു കൂടി, തനു ശരീരം. അപ്പോൾ ആ തനുവിനോട് കൂടിയ, ശരീരത്തോടു കൂടിയ മഹാചല പ്രതിമയായിട്ടുള്ള, അതായത് അതിന് തുല്യമായ ഒരു മഹാചലത്തിന്, ഒരു വലിയ പർവ്വതത്തിന് തുല്യമായ ശരീരത്തോടു കൂടി ഉള്ളതായിട്ടുള്ള ആ പെരുമ്പാമ്പിൻ്റെ തനോഹോ ഷഷ്ഠിയാണ്. ആ പെരുമ്പാമ്പിൻ്റെ അഘാസുരൻ്റെ ഗുഹാനിഭ പ്രസാരിത പ്രഥിതമുഖസ്യ, അവ വായെ പിളർന്നുകൊണ്ടാണ് നിൽക്കുന്നത്. ഈ അചലത്തിന് തുല്യമായിട്ടുള്ള ശരീരത്തോടു കൂടിയ ആ പെരുമ്പാമ്പ്, ശരീരത്തോടു കൂടിയത് ശരീരത്തിൻ്റെ വായ മാത്രമേ കാണുള്ളൂ, പിൻഭാഗമൊന്നും കാണില്ലല്ലോ. ആ വായ പിളർന്നുകൊണ്ട് നിൽക്കുമ്പോൾ അതൊരു പർവ്വതത്തിൻ്റെ തുല്യമായിട്ടുള്ള ഇതായിട്ടുള്ള ശരീരമാണ് എന്ന് മാത്രമേ ഉള്ളൂ. പിൻഭാഗം കാണില്ല. ഈ വായ പിളർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ ശരീരം, ബാക്കിയുള്ള ശരീരമൊന്നും കാണില്ല. അപ്പോൾ ഈ വായ പിളർന്നു നിൽക്കുമ്പോൾ ഒരു പെരുമ്പാമ്പിൻ്റെ ആകൃതിയാണല്ല, ഒരു പർവ്വതത്തിൻ്റെ ആകൃതിയാണ് ഇവർക്ക് തോന്നിയത്. അപ്പോൾ വായ പിളർന്നിട്ടുള്ള എന്നുള്ളത് കൊണ്ട്, അപ്പോൾ വായ കണ്ടപ്പോൾ എന്ത് തോന്നി? ഒരു ഗുഹ, വലിയൊരു ഗുഹയുണ്ടല്ലോ. നല്ല കളിക്കാൻ നല്ല സൗകര്യമായി ഗോപന്മാർക്കൊക്കെ. അവിടെ ഒരു പർവ്വതം കാണാനുണ്ട്, ഒരു ഗുഹയും കാണാനുണ്ട്. ഇത് മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ളത് അവർക്ക് തോന്നുന്നില്ല. എന്തായാലും ഇങ്ങനെ നടക്കുകയല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ ഒരു പർവ്വതമുണ്ട്, അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഗുഹയുണ്ട്. ഗുഹാനിഭം, ഗുഹയ്ക്ക് തുല്യമായ, ഗുഹയ്ക്ക് നിഭമായ തുല്യമായ ഗുഹാനിഭ പ്രസാരിത പ്രഥിത മുഖസ്യ കാനനെ. അങ്ങനെ ഗുഹാനിഭമായിട്ട് പ്രസാരിതമായിട്ടുള്ള, അതായത് നല്ലോണം വിടർത്തി നിൽക്കുന്നതായിട്ടുള്ള, പരത്തി നിൽക്കുന്നതായിട്ടുള്ള, പ്രസാരിതം പരന്നത്, അതായത് ഗുഹാനിഭം, ഒരു ഗുഹയെ പോലെ പരന്നു കിടക്കുന്നതായിട്ടുള്ള ആ
പ്രഥിതമുഖസ്യ, പ്രഥിതമായ വിസ്തരിച്ചിട്ടുള്ളതായിട്ട് പ്രസിദ്ധമായ വായ, മുഖം വായ. ആ മുഖസ്യ കാനനെ, ആ കാട്ടിൽ ഇങ്ങനെ ഒരു വലിയ പർവ്വതം പോലെ, പർവ്വതത്തിന് തുല്യമായിട്ടുള്ള ആ അസുരന് ഗുഹാനിഭമായി ഒരു ഗുഹ പോലെ പ്രസാരിതമായിട്ട് പരത്തി വിടർത്തി നിൽക്കുന്നതായിട്ടുള്ള ഒരു മുഖത്തോടു കൂടിയ ആ മുഖത്തിൻ്റെ ഉദരത്തിൽ ഉള്ളിൽ പ്രഥിതമുഖസ്യ കാനനെ മുഖോദരം, ആ മുഖത്തിൻ്റെ വായുടെ ഉൾഭാഗത്തേക്ക്, വായയ്ക്കുള്ളിലായിട്ട്, അതായത് ഈ ഗുഹ പോലെ തോന്നിച്ചതായിട്ടുള്ള ആ വായുടെ ഉള്ളിലേക്കായിട്ട് മുഖോദരം വിഹരണ കൗതുകാഗതാഹ, കളിക്കാൻ വേണ്ടിയിട്ട് വിഹരണ കൗതുക, വിഹരിക്കുന്നതിനുള്ളതായിട്ടുള്ള കൗതുകം കൊണ്ട്. നല്ല ഗുഹയാണ്, അതിൽ പോയി നമുക്ക് കളിക്കാം, നല്ല വെയിലൊട്ടും ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ നല്ല വിസ്തൃതമായിട്ടുള്ള ആ ഗുഹയിൽ കളിക്കാലോ എന്ന് വിചാരിച്ച് വിഹരണ കൗതുക, വിഹരിക്കുന്നതിനുള്ളതായിട്ടുള്ള കൗതുകത്തോടു കൂടി ഗതാഹ കുമാരകാഹ, കുമാരകന്മാരൊക്കെ ആ മുഖത്തിൽ പ്രവേശിച്ചു. ഗുഹയാണ് എന്ന് വിചാരിച്ചിട്ട് ഈ പാമ്പിൻ്റെ വായിൽ എല്ലാവരും കൂടി പ്രവേശിച്ചു. മുഖശബ്ദത്തിന് മുഖം എന്നർത്ഥമുണ്ട്, വായ എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ വായയുടെ ഉള്ളിൽ, വായയ്ക്കുള്ളിലായിട്ട് ഇവരൊക്കെ കൂടിയിട്ട് കടന്നുകൂടി, എല്ലാവർക്കും കടന്നുകൂടത്തക്കവണ്ണം അത്ര വലുതായിട്ടാണ് വായ എന്ന് സാരം അവിടെ. കുമാരകാഹ കിമപി വിദൂരകേത്വയി, അങ്ങ് കുറഞ്ഞൊന്നു ദൂരെ ആയിരുന്നതായ അവസരത്തിൽ ആ കുമാരകന്മാരെല്ലാവരും, ആ ബാലന്മാരെല്ലാവരും, ഗോപാലബാലന്മാരെല്ലാവരും മഹാജല പ്രതിമതനോഹോ, ആ മഹാജലത്തെ പോലെ തുല്യമായ, മഹാജലത്തിനൊരു വലിയ പർവ്വതത്തിന് തുല്യമായ ശരീരത്തോടു കൂടിയതായ ആ അഘാസുരൻ്റെ ഗുഹാനിഭ പ്രഥിതമുഖസ്യ, ഗുഹാനിഭമായിട്ട് ഗുഹയ്ക്ക് തുല്യമായി, ഒരു ഗുഹയ്ക്ക് തുല്യമായി പ്രസാരിതമായ പരന്നു കിടക്കുന്നതായ ആ മുഖത്തോടു കൂടിയതായിട്ടുള്ള ആ പാമ്പിൻ്റെ മുഖോദരം, മുഖത്തിൻ്റെ ഉള്ളിലേക്ക്, വായയുടെ ഉൾഭാഗത്തേക്ക്, വായയ്ക്കുള്ളിലേക്ക് വിഹരണ കൗതുക, വിഹരിക്കുന്നതിനുള്ളതായ കൗതുകത്തോടു കൂടി, കളിക്കാനുള്ളതായിട്ടുള്ള താല്പര്യത്തോടു കൂടി കുമാരകന്മാരൊക്കെ പ്രവേശിച്ചു. എല്ലാവരും കളിക്കാൻ വേണ്ടിയിട്ട് ഈ പാമ്പിൻ്റെ വായിലാണ് പ്രവേശിച്ചത്. അവർ പാമ്പിൻ്റെ വായാന്ന് വിചാരിച്ചില്ല, ഒരു പർവ്വതമാണ് മുമ്പിൽ കാണുന്നത് എന്ന് വിചാരിച്ചു. അതിൻ്റെ പർവ്വതത്തിലുള്ളതായിട്ടുള്ളൊരു വലിയ ഗുഹയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഗുഹയിൽ പോയി കളിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ചെയ്യുന്നു എന്ന ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. 2 ശ്ലോകവും ഒന്നും കൂടി ചെല്ലാം. പ്രചാരയത്യവിരളശാദ്വലേ തലേ പശൂൻ വിഭോ ഭവതി സമം കുമാരകൈ അഘാസുരോ നിരുണദഘായ വർത്തനീം ഭയാനക സപതി ശയാനകാകൃതി. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പശുക്കളെ വിപുലമതായ മേടതിൽ തെളിച്ചു നിൻ സഹചരരൊത്തു നീ വിഭോ. അഘാസുരൻ ഭയദഭുജംഗരൂപിയായി തടഞ്ഞു നിൻ വഴിയഥ ദുഷ്ടമാനസൻ. മഹാചല പ്രതിമതനോർഗുഹാനിഭ പ്രസാരിത പ്രഥിതമുഖസ്യ കാനനേ മുഖോദരം വിഹരണ കൗതുകഗതാ കുമാരകാ കിമപി വിദൂരഗേ ത്വയി. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കളിക്കുവാൻ കുതുകമൊടാശു ബാലഗർഭവാൻ കുറച്ചകലെ ഗമിച്ച മാത്രയിൽ മഹാജലം സമമൊരു ദേഹമുള്ളതാ മഹാഹിതൻ മുഖമതിലേറി ലീലയായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.